بسم الله الرحمن الرحيم. الحمد لله على نعمة الإسلام. اللهم صل على سيدنا ومولانا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. جزى الله عنا أحمدا خير ما جزى فمذ جاءنا بالحق فالحق وبلجه. اللهم اغفر لنا ولوالدينا ولمشائخنا ولأساتذتنا ولأزواجنا وذرياتنا وسائر المؤمنين والمؤمنات. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. അപ്പോൾ അശ്റഖൻ്റെ അർത്ഥം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അശ്റഖൽ ബദറു എന്ന് പറയുന്ന ആ ബൈത്തിന്റെ ഈ അശ്റഖ ബൈത്ത് ശറഫൽ അനാം മൗലിദിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഇന്ന് പല ഏടുകളിലും അത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് അശ്റഖ ബൈത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് അച്ചടിച്ച് കാണാറുണ്ട്. നമ്മളെ നാടുകളിലൊക്കെ അതിന് പ്രത്യേക പരിഗണനയും ഉണ്ട്. ഈ ശറഫൽ അനാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മൗലിദുകളും മഹത്തരമാണ്, പ്രധാനപ്പെട്ടതാണ്. ഓരോന്നിനും ഓരോ പ്രത്യേകതയും ഉണ്ടാകും. ശറഫുൽ അനാമിൻ്റെ ഒരു പ്രത്യേകത, അത് അർത്ഥമറിഞ്ഞ് ചെല്ലിയാൽ മഹബത്ത് കൽബിൽ വളർന്നു വരും എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അത് നേരത്തെ ആരുടെയെങ്കിലും കൽബിലുണ്ടെങ്കിൽ അത് വീണ്ടും പൂർവോപരി ശക്തമായിട്ട് ഉണ്ടാകും. അയാ മൗലിദൽ മുഖ്താരി ജദ്ദത ശൗഖന ഇലാ ഖൈരി മബ്ഊസിൻ ജലീലിൻ ഹവൽ ഫദ്ല എന്ന് അതിൻ്റെ തന്നെ തുടക്കത്തിലുണ്ടല്ലോ. ജദ്ദത ശൗഖന, ആ നമുക്ക് റസൂലുള്ളാഹിനോടുള്ള ശൗക്ക് അതിനെങ്ങനെ പുതുക്കിയെടുക്കും ഈ മൗലിദ് ശറഫൽ അനാം. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ഫായിദ ആണത് ഈ മൗലിദിൻ്റെ. അപ്പൊ അശ്റഖ ബൈത്ത് നമ്മൾ ശരിയായിട്ട് ചെല്ലിയാൽ, അതിൻ്റെ ചിട്ടകൾ പാലിച്ച് ചെല്ലിയാൽ നമുക്ക് തന്നെ മാറ്റം കാണാൻ കഴിയും. നമ്മൾ ആദ്യം മൗലിദ് ഓതുന്നതും ആദ്യം അശ്റഖ ചെല്ലുന്നതും ഈ ചിട്ടകൾ പാലിച്ചിട്ട് ഒരു 5-6 മൗലിദ് ചെല്ലിയാലുള്ള മാറ്റം നമുക്ക് തന്നെ സ്വയം അനുഭവിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ ചിട്ടകൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം എന്ന് മാത്രം. അതിൽ ഒന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നതാ. ഞാൻ എന്താണ് ഈ ചെല്ലുന്നത്, എന്താണ് പറയുന്നത്, നല്ല പരിസരത്തിൽ വെച്ച് ചെല്ലുക. മൂന്നാമത്തതൊന്നാണ് ആ ചെല്ലുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ ആ സദസ്സിൽ തന്നെ മാനസികമായിട്ടുണ്ടാവുക, ശ്രദ്ധ ഉണ്ടാവുക എന്ന്. ഒന്നുകൂടെ സിമ്പിളായി പറഞ്ഞാൽ, ഞാനും നബിതങ്ങളും മാത്രമേ ഇവിടെയുള്ളൂ, മൂന്നാമത്തൊരാളില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല എന്ന ബോധത്തിൽ ചെല്ലുക. അപ്പുറത്താൾ ആടുന്നുണ്ടോ, ഇപ്പുറത്താൾ എന്നെ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ മൗലിദിന്റെ കിതാബുണ്ടോ, മൗലിദ് ചെല്ലുന്ന മൈക്ക് പിടിക്കുന്ന ഉസ്താദ് എങ്ങനെയാണ് അത് ചെല്ലുന്നത്, അതൊന്നും നോക്കാതെ ഞാനും നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മാത്രമേ ഇവിടെയുള്ളൂ, ഞങ്ങൾ തമ്മിലാണ് ഈ സദസ്സിന്റെ സത്ത കടക്കുന്നത് എന്ന രീതിയിൽ ചെല്ലുക. നാലാമത്തെ ഒരു ചിട്ട, ഇതുവരെ പറഞ്ഞതൊക്കെ ഏകദേശം എല്ലാ മൗലിദിനും ബാധകമാണ്. നാലാമത്തതെന്ന് പറഞ്ഞാൽ, ഈ അശ്റഖ ബൈത്തിൽ നമ്മൾ പലപ്പോഴും മർഹബ മർഹബ എന്ന് പറയും. മർഹബ യാ നൂറ ഐനി, മർഹബ ജദ്ദൽ ഹുസൈനി, അങ്ങനെ പറയും. അപ്പൊ ഈ മർഹബ മർഹബ എന്ന് പറയുന്നതിന്റെ അർത്ഥം സ്വാഗതം എന്നാണ്. അഹ്ലം വസഹ്ല എന്നൊക്കെ പറയുന്നത് അതേ ഉദ്ദേശത്തിലാണ്, സ്വാഗതം സ്വാഗതം എന്ന്. അപ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ടാകും.
നമുക്ക് തുടക്കത്തിൽ ഏറ്റവും നല്ലത് സ്വാഗതം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് സ്വാഗതം? നബിയെ എൻ്റെ കൽബിലേക്ക് സ്വാഗതം എന്ന് കരുതുക. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ ഇപ്പോഴും എൻ്റെ കൽബിൽ അങ്ങ് കൃത്യമായിട്ട് വേണ്ട രീതിയിൽ കടന്നിട്ടില്ല, അതിനെനിക്ക് സാധിച്ചിട്ടില്ല നബി തങ്ങൾ എൻ്റെ മനസ്സിൽ കുടിയിരുത്താൻ. അപ്പോൾ ഒരു പക്ഷി കൂടുകൂട്ടി ആ കൂട്ടിൽ ആരുമില്ലാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്, അതിന് സമാനമാണ് എൻ്റെ ഹൃദയം, കാലിയാണ്. അതിൽ അങ്ങില്ല നബിയെ, അങ്ങാണ് അതിൽ വസിക്കേണ്ടത്. അപ്പോൾ അങ്ങക്ക് അതിലേക്ക് സ്വാഗതം. മർഹബായ നൂറൈനി മർഹബ ജദ്ദൽ ഹുസൈനി എന്ന് പറയുമ്പോൾ എൻ്റെ കൽബിൽ നബിയെ നിങ്ങൾ വന്ന് താമസിക്കണം എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ അത് ഓരോ ബൈത്തിലും അങ്ങനെ മർഹബ മർഹബ എന്ന് അർത്ഥമറിഞ്ഞ് പറയുമ്പോൾ കുറേ ഒരു 5-6 അശറക്കയിൽ അങ്ങനെ പങ്കെടുക്കുമ്പോൾ പിന്നെ നല്ല മാറ്റം നമുക്ക് അറിയാൻ സാധിക്കും. 5-മത്തെ ഒരു ചിട്ടയാണ്, സംഘമായിട്ടൊക്കെ ചെല്ലുകയാണെങ്കിൽ രീതി ശ്രദ്ധിക്കുക. രീതി ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് അർത്ഥത്തിനനുസരിച്ചുള്ള രീതിയാവുക. ചിലത് ഇഷ്ക് മഹബത്ത് അതിൻ്റെ പാരമ്യതയിലുള്ള വരികളായിരിക്കും, അപ്പോൾ അവിടെ അങ്ങനെ ഉള്ള രീതികൾ സ്വീകരിക്കേണ്ടി വരും. ചിലത് സങ്കടം പറയുന്ന വരികളായിരിക്കും, അപ്പോൾ സങ്കടത്തിൻ്റെ രീതി സ്വീകരിക്കണം. ആ ടോണ് ഉള്ള രീതിയിലായിരിക്കണം ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എവിടെ ഏത് ട്യൂണാണ് സ്വീകരിക്കേണ്ടത് എന്ന്. ട്യൂണുമായി ബന്ധപ്പെട്ട രീതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന രീതി എടുക്കുക എന്നത്. അത് പുതിയ രീതി എടുക്കുന്നതും പ്രശ്നമല്ല, പക്ഷേ പുതിയ രീതി എടുക്കുന്നതിൻ്റെ മുന്നേ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഇതാണ് രീതി എന്നുള്ളത്. അല്ലെങ്കിൽ ആദ്യമായിട്ട് അവർ പുതിയ രീതി കേൾക്കുക, ഇവർക്കത് ചെല്ലാൻ കഴിയാതെ ആകെ ശ്രദ്ധ വിട്ടുപോകും. ആ പദങ്ങളിലായിരിക്കും അവരെ ശ്രദ്ധ, അർത്ഥത്തിലേക്ക് പോകാൻ കഴിയൂല. അപ്പോൾ എല്ലാവരും നേരത്തെ സെറ്റ് ചെയ്തൊരു ട്യൂൺ എടുക്കുകയാണെങ്കിൽ പദങ്ങളിൽ അധികം ശ്രദ്ധിക്കാതെ നേരെ ആശയത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയും. ആറാമത്തെ ഒരു ചിട്ട അദബ്, മര്യാദ. ഞാൻ ഈ ചൊല്ലുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ സദസ്സ് എൻ്റെ ചൊല്ലൽ നബി തങ്ങൾ വീക്ഷിക്കുകയാണ് എന്ന വിശ്വാസത്തിൽ ചെല്ലുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നിങ്ങൾ അമലുകൾ ചെയ്യുക, അല്ലാഹു തആല അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. വറസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മൗലിദിൻ്റെ സദസ്സിലാണെങ്കിൽ ആ മജ്ലിസിൽ നമ്മൾ വരുന്നതും നമ്മൾ അവിടെ ഇടപെടുന്നതും എങ്ങനെയാണ് ചെല്ലുന്നത്, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നബി തങ്ങളുടെ വീക്ഷണത്തിലാണ് ഞാൻ ഈ സദസ്സിലുള്ളത് എന്ന ബോധം നമുക്കുണ്ടാവുക എന്നതാണ്. അത് നബി തങ്ങൾ മാത്രമല്ല, നമ്മുടെ വല്യപ്പന്മാരിൽ ചിലപ്പോൾ മഹാന്മാരുണ്ടാവും, ഔലിയാക്കളുടെ പേരക്കുട്ടികളുണ്ടാവും, പണ്ഡിതന്മാരുടെ പേരക്കുട്ടികളുണ്ടാവും. അതാണ് ശേഷം ആയത്തിൽ പറയുന്നത് വൽ മുഅ്മിനൂൻ, സജ്ജനങ്ങളായ മഹാന്മാരായ മുഅ്മിനുകളും അവരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിനൊക്കെ അനുഗ്രഹം തന്ന ഒരു ഉസ്താദ് ഉണ്ട്, ഇജാസത്ത് തന്ന ഉസ്താദ്. അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര, അഖീദയിലും ഫിഖ്ഹിലും തസവുഫിലുള്ള നമ്മുടെ ഉസ്താദുമാർ, ഷാഫി ഇമാമ്, ഗസാലി ഇമാമ്, റാസി ഇമാമ്, നബവി ഇമാമ്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും സിയാറത്ത് കൊണ്ടിരിക്കുന്ന മഖാമിൽ ഔലിയാക്കൾ, മമ്പ്രന്തങ്ങൾ, CM വലിയുല്ലാഹി, ഇങ്ങനെയുള്ള ആളുകൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ആ സദസ്സിൽ ആത്മീയത ലഭിക്കും. അപ്പം ഇങ്ങനെ ഈ 5-6 ആദാബുകൾ
ഈ ആദാബുകൾ കൃത്യമായിട്ട് പാലിച്ച് 3 അശറക ബൈത്ത് അതിൻ്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ആദാബുകൾ പാലിച്ച് ചെല്ലുന്നതും പാലിക്കാതെ ചെല്ലുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ ഒരു മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയും. പിന്നെ നമുക്ക് അശറക ബൈത്തിനോട് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിനോട് വല്ലാത്തൊരു അഭിനിവേശം വരും. അതെപ്പോഴും അതിൽ പങ്കെടുക്കണം, അത് എവിടെ ഉണ്ടെങ്കിലും നമുക്കത് പോകണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മനസ്സ് അത് മദീനയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അർത്ഥമറിയുക എന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒന്ന്, അശ്റഖൽ ബദ്റു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്ന ഖത്തു യാ വജ്ഹ സുറൂരി. ഈ അശ്റഖൽ ബദ്റു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂറു, ഈ വരിക്ക് നമുക്ക് 3 അർത്ഥം കൊടുക്കാം. ആ 3 അർത്ഥത്തിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നുന്ന അർത്ഥം ഏതാണോ അത് ചെല്ലുമ്പം കരുതാം. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും നല്ലതായി തോന്നുക. എല്ലാവരും ഒന്ന് തന്നെ കരുതണമെന്നില്ല. ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അത് ചെല്ലുക. അപ്പം അതിൽ ഒന്നാമത്തെ അർത്ഥം അശ്റഖൽ ബദ്റു, ബദ്റു ഉദിച്ചു. ബദർ എന്ന് പറഞ്ഞാൽ പൗർണമി, പൂർണ്ണചന്ദ്രനാണ് ബദർ എന്ന് പറയാ. 14 രാവിലൊക്കെ ഉണ്ടാവൂലേ പൂർണ്ണചന്ദ്രൻ, അതിനെ പറ്റിയാണ് ബദർ എന്ന് പറയുക. അപ്പോ ഈ ബദർ പൗർണമി പ്രകാശിച്ചു, അലൈന നമ്മളിൽ, ഫഖ്തഫത് മിൻഹു അങ്ങനെ ഈ ബദർ ഈ പൗർണമി വന്ന കാരണത്താൽ ഇല്ലാതെയായിപ്പോയി അൽ ബുദൂറു ബാക്കിയുള്ള എല്ലാ പൗർണമികളും. അശ്റഖൽ ബദ്റു അലൈന നമ്മളിൽ പൗർണമി ഉദിച്ചു, ഫഖ്തഫത് മിൻഹു അങ്ങനെ ആ ഉദിപ്പ് കാരണം ഇല്ലാതെയായിപ്പോയി, മാഞ്ഞുപോയി അൽ ബുദൂറു മറ്റുള്ള പൗർണമികളെല്ലാം എന്ന്. അപ്പൊ ഇതിന് ഒരർത്ഥം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വരുന്നതിന്റെ മുന്നേ ഒരുപാട് അമ്പിയാക്കളും അവരുടെ വേദഗ്രന്ഥങ്ങളും ഏടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ബദർ ഉദിച്ചപ്പോൾ മറ്റ് ബദറുകൾ, മറ്റ് അമ്പിയാക്കളൊക്കെ അസ്തമിച്ചു പോയി എന്നാണ് ഒരർത്ഥം. രണ്ടാമത്തെ ഒരർത്ഥം നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത, കേൾക്കാത്തൊരർത്ഥമായിരിക്കും. അശ്റഖൽ ബദ്റു അലൈന നമ്മളിൽ ബദർ ഉദിച്ചു, ഫഖ്തഫത് മിൻഹു ആ ബദർ ഉദിച്ചത് കാരണം പ്രകടമായി, വെളിപ്പെട്ടു, അൽ ബുദൂറു വേറൊരുപാട് ബദറുകൾ. അങ്ങനെ ഒരു അർത്ഥം ആ ഫഖ്തഫത്ത് എന്നതിന് ഉണ്ട്. അതിൻ്റെ സർഫൊക്കെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, പദങ്ങൾ നമ്മൾ അധികം പറയുന്നില്ല. അപ്പോൾ അശ്റഖൽ ബദ്റു അലൈന നമ്മളിൽ ബദറാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതുകൊണ്ട്, ഫഖ്തഫത് വെളിപ്പെട്ടു, പ്രകടമായി, ഉദിച്ചു, മിൻഹു നബിതങ്ങൾ കാരണത്താൽ അൽ ബുദൂറു വേറൊരുപാട് ബദറുകൾ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ഔലിയാക്കളും ആലിമുകളും ഒക്കെ ഉണ്ടായത്.
നബിതങ്ങൾ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഫലൗലാഹു ലകുന്നാ ഫീ ളലാലത്തി നംറുജു എന്ന് വിത്തിരിയയിൽ പറഞ്ഞു. നബിതങ്ങൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ അന്ധകാരത്തിലായിരിക്കും ഉണ്ടാവുക. എന്തൊക്കെയോ വിശ്വസിച്ച് എന്തൊക്കെയോ ചെയ്ത് നമ്മളെ ജീവിതം അങ്ങനെ തള്ളി മാറ്റും. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പിൻഗാമികളായിട്ട് ഒരുപാട് ബുദൂറുകൾ വന്നു. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹനീഫ തങ്ങൾ, മാലിക് ഇമാം, അഹ്മദ് ഹംബൽ തങ്ങൾ, ഷെയ്ഖ് ജീലാനി, അഹ്മദുൽ കബീർ റിഫാഴി, ഇങ്ങനെ ലോകതലത്തിൽ അറിയപ്പെട്ട ലോകത്തിന് മൊത്തം വെളിച്ചമേകുന്ന ഒരുപാട് ബദറുകൾ. അതുപോലെ ഓരോ നാട്ടിലേക്കും ആ നാട്ടിലേക്ക് വെളിച്ചമേകുന്ന ആ നാട്ടിലെ ഔലിയാക്കളും ആലിമുകളും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കി ഒരുപാട് ബദറുകൾ ഉണ്ടാകും. ഈ ബദറുകളൊക്കെ നമ്മൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സിയാറത്ത് ചെയ്യുന്ന മക്കാമുകൾ, ഓടിച്ചെന്ന് നമ്മളെ പരിഭവം പറയുന്ന ആലിമുകൾ, ഇവരൊക്കെ ഉണ്ടാകാൻ കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ബദർ ഉദിച്ചതുമാണ്. അതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു അർത്ഥം. അശറക്കൽ ബദറു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂറു എന്ന്. മൂന്നാമത്തെ അർത്ഥം അതായിരിക്കും നമുക്ക് ഏറ്റവും ഫിറ്റ്, നമുക്ക് കരുതാൻ ഏറ്റവും നല്ലത് എന്നാണ് തോന്നുന്നത്. അശറക്കൽ ബദറു അലൈന, നമ്മളിൽ നബിതങ്ങൾ ഉദിച്ചു. അലൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബിൽ വന്നു. ഇതുവരെ നമ്മുടെ കൽബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നു. മറ്റൊക്കെ നമ്മുടെ ഉമ്മത്തിൽ വന്നു. അശറക്കൽ ബദറു അലൈന പറഞ്ഞാൽ നമ്മുടെ ഉമ്മത്തിൽ വന്നു എന്നാ പറയുന്നത്. ഈ മൂന്നാമത്തെ അർത്ഥം അശറക്കൽ ബദറു, ബദർ ഉദിച്ചു, ബദർ പ്രകാശിച്ചു. അലൈന, നമ്മളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബിൽ. അങ്ങനെ നമ്മളെ കൽബിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു, നേരത്തെ നമ്മൾ ബദറുകളായി മനസ്സിലാക്കിയിരുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു, കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം അസ്തമിച്ചു പോയി. നമുക്ക് ചില കളിക്കാരാണ് നമ്മളെ ഫാന്, അല്ലെങ്കിൽ ചില സെലിബ്രിറ്റീസാണ്, അവരാണ് നമ്മളെ ചിന്തയിൽ എപ്പോഴും ഉള്ളത്. നമ്മൾ ഫോൺ തുറന്നാൽ അവരെ കുറിച്ചാണ് സെർച്ച് ചെയ്യുക. നമ്മളിങ്ങനെ ഒരു പേനെടുത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അറിയാതെ എഴുതി പോകുന്നത് അവരുടെ പേരുകളായിരിക്കും. അപ്പം അവരാണ് നമ്മുടെ കൽബിലുള്ള ബദറുകൾ. എന്നാൽ യഥാർത്ഥ ബദറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൽബിലേക്ക് അങ്ങ് വന്നപ്പോൾ അതെല്ലാം പോയി. ഇപ്പോൾ ഒറ്റ ബദർ മാത്രമേ ഉള്ളൂ, യഥാർത്ഥ ബദർ, അത് മാത്രമേ ഉള്ളൂ. ഇതാണ് മൂന്നാമത്തത് അതിൻ്റെ ഒരു അർത്ഥം. ഈ അർത്ഥം നമുക്ക് നമ്മളെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ ഫിറ്റായ അർത്ഥം ആണെന്ന് തോന്നും. അങ്ങനെ മറ്റ് ബദറുകളുള്ള ആളുകൾ ഈ അർത്ഥം വെക്കുന്നതാണ് നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിലേക്ക് വന്നാൽ മറ്റെല്ലാ തെറ്റിൻ്റെ ചിന്തകളും മാറിക്കിട്ടും. ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങൾ, അവർ വലിയ മഹാനാണ്, മുഹീദ്ദീൻ ഇബ്നു അറബി. അവരുടെ ശിഷ്യൻ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അൽ ഇംബാഹ് അലാ ത്വരീഖില്ല എന്നതിൻ്റെ പേര്, അൽ ഇംബാഹ് അലാ ത്വരീഖില്ല. അപ്പം അതിൽ അവരൊരു കാര്യം പറയുന്നുണ്ട്. സാധാരണ തീയും സാധാരണ അഗ്നിയും, ഇറാദത്ത് തന്നെ അള്ളാഹുവിലേക്ക് ഒരാൾ പ്രയാണം ചെയ്യുന്നു, അയാൾക്കുണ്ടാകുന്ന ഒരു തീയുണ്ട്, അയാളുടെ മാനസിക വികാരം, അതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇബ്നു അറബി തങ്ങൾ പറയുന്നു, ലൈസൻ നാറു നാറൽ അഅദ, സാധാരണ തീയൊന്നൊരു തീയല്ല, അതൊരു സംഭവമല്ല. വൈന്നമൻ നാറു നാറൽ ഇറാദത്തി, ഇറാദത്തിന്റെ അഗ്നിയാണ് അഗ്നി. അതെന്താ തമ്മിൽ വ്യത്യാസം? ഫൈന്നഹു ഇദാ ഹല്ല ഫിൽ ഖൽബി, ഈ ഇറാദത്തിന്റെ അള്ളാഹുലേക്കുള്ള പ്രയാണത്തിന്റെ ത്വര, ആ ത്വര അങ്ങ് കൽബിൽ കത്തിയാൽ അഫിഖമാ സിവാ മുറാദുഹു, ഇവന്റെ ഉദ്ദേശമായ അള്ളാഹു അല്ലാത്തതെല്ലാം അസ്തമിച്ചു പോകും. എന്നാൽ വനാറുൽ ആദത്തി, സാധാരണ തീ, ലൈസ കദാലിക, അതിന് പ്രത്യേകതയല്ല.
ഫൈനഹ ലാ തുഹ്രിഖു ഇല്ലാ മഹല്ലഹ, അത് എവിടെയാ തട്ടി അതേ കരിയുള്ളൂ. സാധാരണ തീ ഇവിടെ കട്ടിയ ഇതേ കരിയുള്ളൂ, അവിടെ കരിയൂല, കരിഞ്ഞു പോകൂല. അപ്പൊ ഇത് ആണ് നാറുൽ ആദത്തും നാറുൽ ഇറാദത്തും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ തീയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ കൽബിൽ കത്തുന്ന തീയിന്റെയും വ്യത്യാസം എന്ന്. ഇതേ രീതിയിലാണ് മഹബത്തിന്റെ തീ, ഇറാദത്തിന്റെ തീ, അതിന്റെ മറ്റൊരു ഭാഷയാണ് മഹബത്തിന്റെ തീ. ഈ മഹബത്തിന്റെ അഗ്നി നമ്മുടെ കൽബിൽ കത്തിയാൽ അത് കത്തുന്നിടത്ത് മാത്രമല്ല, അവിടെ ഉള്ളത് മുഴുവൻ തെറ്റായതെല്ലാം അത് കരിച്ചു കളയും. അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല. മഹബത്ത് കൽബിലങ്ങ് കയറിയാൽ മറ്റുള്ള ബദറുകളൊക്കെ അതിന് നമ്മൾ പണിപ്പെട്ട് പോക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലായിട്ട് പോയി കിട്ടും. അതാണ് അശ്റഖൽ ബദ്റു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂറു എന്ന് പറയുന്നതിൻ്റെ 3 അർത്ഥം. ഈ 3 അർത്ഥങ്ങളിൽ നമുക്കിഷ്ടമുള്ളത് ചെല്ലുന്ന സമയത്ത് കരുതാം. ഇനി അവിടെ ബദർ എന്ന നബിതങ്ങളെ പറ്റി പറഞ്ഞത് നമ്മളേതോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ചില കിതാബുകളിൽ നബിതങ്ങളെ പറ്റി ഖമർ എന്നുണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റി ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ്, അല്ലാഹു തആല ഉസ്താദിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ഖമർ എന്ന് പറയാൻ കാരണം ബദർ പൂർണ്ണചന്ദ്രൻ എടുത്തു നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ കറുപ്പുകൾ കാണാം. അവ നബിതങ്ങൾക്ക് യാതൊരു അന്ധകാരവുമില്ല, നബിതങ്ങൾക്ക് യാതൊരു ഇരുളുമില്ല, നബിതങ്ങളുടെ ശരീരത്തിലുമില്ല, നബിതങ്ങളുടെ സ്വഭാവത്തിലുമില്ല. അപ്പൊ ഒരു ഖമറിന്റെ കഷ്ണം, അമ്പിളി കഷ്ണം, ഒരു അമ്പിളി പൊട്ടെടുത്തു നോക്കിയാൽ അത് പരിപൂർണമായിട്ട് പ്രകാശിക്കുന്നതായിരിക്കും. അപ്പൊ ചില ഹദീസുകളിൽ അല്ലെങ്കിൽ ചില കിതാബുകളിൽ നബിതങ്ങളെ പറ്റി ഖമറുൻ എന്ന് പറയാൻ കാരണം ഇതാണ്, യാതൊരു കളങ്കവുമില്ല എന്ന് അറിയിക്കാനാണ്. അപ്പൊ അശ്റഖൽ ബദ്റു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂറു. ഇനി അടുത്തൊരു ഭാഗം, മിസ്ല ഹുസ്നിക മാ റഅയ്ന ഖത്തു യാ വജ്ഹസ് സുറൂരി. മിസ്ല ഹുസ്നിക, നബിയെ അങ്ങയുടെ ഭംഗി പോലെ, അങ്ങയുടെ ചന്തം പോലെ, അങ്ങയുടെ സൗന്ദര്യം പോലെ ഒരു സൗന്ദര്യം മാ റഅയ്ന ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങയുടെ സൗന്ദര്യം പോലെ ഒരു സൗന്ദര്യം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഞങ്ങള്? നമ്മളതിനാദ്യം റസൂലുള്ളാഹിനെ കണ്ടണോ? അപ്പൊ അവിടെ വെക്കാൻ പറ്റുന്ന നല്ലൊരു അർത്ഥമാണ്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഴുവൻ മഖ്ലൂക്കുകൾ. ഈ ലോകത്ത് ഇതുവരെ വന്ന ഉണ്മയുള്ള ഏത് വസ്തുവും, അത് മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, ഇനി അചേതനമെന്ന് നമ്മൾ പറയുന്ന കല്ല്, മരം, ഇങ്ങനെയുള്ള വസ്തുക്കളാകട്ടെ, ഞങ്ങളാരും, ഞങ്ങൾ മഖ്ലൂക്കിന്റെ കൂട്ടത്തിൽ ആരും നബിയെ നിങ്ങളെപ്പോലെ സൗന്ദര്യം ഒരാളെ കണ്ടിട്ടില്ല എന്ന്. അത്രയും സൗന്ദര്യമാണ് അങ്ങേക്ക് എന്നാണ്. മിസ്ല ഹുസ്നിക മാ റഅയ്ന, റഅയ്ന എന്നുള്ള ദമീറിനെയാണ് നമ്മൾ പറഞ്ഞത്. അത് ഞങ്ങൾ മുഴുവൻ സൃഷ്ടികളും നിങ്ങളെപ്പോലെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറയല് നല്ലൊരു അർത്ഥമായിരിക്കും. അത് സഹാബത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്, നല്ല കവിയാ. അവര് റസൂലുള്ളാഹിനെ വർണ്ണിച്ച് പാടി അതിന്റെ അവസാനങ്ങളിൽ കാണാം നബിതങ്ങളെ പറ്റി ഒരുപാട് സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, ഫമാ വാലദത് ഹവ്വാഉ മിൻ സുൽബി ആദമി വലാ ബി ജിനാനിൽ ഖുൽദി മിസ്ലൂക ആഖറു. ഫമാ വലദത് ഹവ്വാഉ, ഹവ്വാ പ്രസവിച്ചിട്ടില്ല നബിയെ, മിൻ സുൽബി ആദമി, ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഹവ്വാ പ്രസവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹവ്വാ ബീവി മുതൽ ശേഷം ആരും പ്രസവിച്ചിട്ടില്ല നിങ്ങളെപ്പോലെ ഒരാളെ. അതാണ് വലാ ബി ജിനാനിൽ ഖുൽദി, സ്വർഗരാജ്യത്തുമില്ല, മിസ്ലൂക ആഖറു, നിങ്ങളെപ്പോലെ വേറൊരാളും ഇല്ല നബിയെ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ എന്നാണ്. അപ്പൊ അത്രക്കും സൗന്ദര്യമാണ്. അത് കണ്ട സഹാബത്ത് പറയുന്നു, അത്ര സൗന്ദര്യം ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല എന്ന്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതീവ സുന്ദരനാണ്. പക്ഷെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യം നബിതങ്ങളുടെ സൗന്ദര്യത്തിന്റെ പകുതിയാണ്.
യൂസുഫ് നബി അലൈഹി സ്വലാമിന് പകുതി സൗന്ദര്യം കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നബി തങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ പകുതി സൗന്ദര്യം യൂസുഫ് നബി അലൈഹി സ്വലാമിന് കൊടുത്തു എന്ന്. അവ മിസ്ല ഹുസ്നിക മാറ ഐന, നബിയെ നിങ്ങളെപ്പോലെ ഒരാളെ ഞങ്ങൾ സൃഷ്ടികൾ ആരും കണ്ടിട്ടില്ല. കത്തു, ഒരു കാലത്തും കണ്ടിട്ടില്ല. കത്തു എന്ന് പറഞ്ഞ ലർഫ് സമാന, ഒരു കാലത്തും കണ്ടിട്ടില്ല എന്ന്. മിസ്ല ഹുസ്നിക മാറ ഐന കത്തു യാ വജ്ഹ സുറൂരി. അടുത്ത വരി അർത്ഥം വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അതെന്താ മുന്നത്തെ വരിയും ഇതും തമ്മിലൊരു ബന്ധമല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ അത് ചിന്തിച്ച നല്ല ബന്ധമുണ്ട്. അടുത്ത വരിന്റെ അർത്ഥം എന്താ? യാ വജ്ഹ സുറൂർ, നോക്കിയാൽ സന്തോഷം തോന്നുന്ന മുഖമുള്ള നബിയെ, നോക്കിയാൽ സന്തോഷം തോന്നുന്ന മുഖമുള്ള നബിയെ എന്ന്. എന്താ ആ വരിയുടെ കൊടുക്കാൻ കാരണം? ഈ വരിയും അതിൻ്റെ ശേഷമുള്ള വരിയും തമ്മിൽ എന്താ ബന്ധം? നല്ല ബന്ധമുണ്ട്. ഒന്ന്, ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ട് എത്ര സൗന്ദര്യം ഉണ്ടായിട്ടും കാര്യമില്ല. അയാളുടെ സ്വഭാവം മോശമാണെങ്കിൽ, അയാളുടെ നടപടികൾ മോശമാണെങ്കിൽ, അയാളിൽ തിന്മയുടെ വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ കാണുമ്പോൾ സന്തോഷം തോന്നൂല. അയാൾക്ക് സൗന്ദര്യം ഉണ്ടാവും, പക്ഷെ നമുക്ക് അയാളെ കാണുമ്പോൾ സന്തോഷം തോന്നൂല. അവ നമ്മളോട് പറയുന്നത്, നബിയെ അങ്ങേക്ക് അങ്ങേക്ക് സൗന്ദര്യമുണ്ട്, അതോടുകൂടെ യാ വജിഹ സുറൂർ, നിങ്ങളുടെ മുഖം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ സന്തോഷം തോന്നുന്നതാണ്. കാണുന്ന എല്ലാവർക്കും എനിക്കുമൊക്കെ സന്തോഷം തോന്നുന്നുണ്ട് എന്ന്. അപ്പോ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്, നബിതങ്ങളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെറും ശാരീരിക സൗന്ദര്യം മാത്രമല്ല, സ്വഭാവ മഹിമ കൂടെ ഉണ്ട്. അതാണ് ഈ വജിഹ സുറൂർ എന്ന് പറയുന്നത്. കാരണം സ്വഭാവത്തിന് വല്ല ഡിഫക്റ്റും ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നൂല, ആ വ്യക്തിക്ക് സൗന്ദര്യം ഉണ്ടാകും. അപ്പോൾ നബിയെ നിങ്ങളെ കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണ്. നിങ്ങളുടെ ശാരീരിക ഘടന മാത്രമല്ല, സ്വഭാവ മഹിമ കൂടെ നിങ്ങൾക്കുണ്ട് എന്നാണ് ആ പറയുന്നത്. അതാണ് യാ വജിഹ സുറൂർ എന്നതിൻ്റെ ഒരു ബന്ധം. മറ്റൊന്ന്, ഒരാള് കാണാൻ നല്ല ഭംഗിയുണ്ട്, അയാൾക്ക് സ്വഭാവത്തിന് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ നമുക്ക് അയാളെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, അയാൾ യഥാർത്ഥത്തിൽ നല്ല ആളാണ്, പക്ഷെ നമ്മുടെ വിചാരം ഇയാൾ എന്തോ തെറ്റ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ ഇയാൾ മോശം വ്യക്തിയാണ്, എങ്കിലും നമുക്ക് അയാളെ കാണുമ്പോൾ സന്തോഷം തോന്നൂല. അയാൾ യഥാർത്ഥത്തിൽ മോശക്കാരനായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്, നബിയെ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് നിങ്ങളെ പറ്റി ഒരു തെറ്റിദ്ധാരണയുമില്ല, നല്ല ചിന്ത മാത്രമേ നബിയെ നിങ്ങളെ കുറിച്ചുള്ളൂ. ഫീഖദ് അഹ്സൻതു ലന്നി എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അശ്റക്കയിൽ തന്നെ വരും. അപ്പോൾ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് പലതും പറയുന്നവരുണ്ടാവും, പല കാലഘട്ടത്തിലും നിങ്ങൾ എതിർത്തവരുണ്ടാവും, നിങ്ങളെ വിമർശിക്കുന്നവരുണ്ടാവും, പക്ഷെ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷമല്ല. കാരണം അവർക്ക് തെറ്റിദ്ധാരണകളാണ്, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല. എന്നാൽ ഞാൻ അങ്ങനല്ല നബിയെ, എനിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു തെറ്റിദ്ധാരണയുമില്ല, നല്ല ചിന്തകൾ മാത്രമാണുള്ളത്. കാരണം എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. അതാണ് യാ വജിഹ സുറൂർ എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം, അവിടെ കൊടുത്തതിൻ്റെ യോജിപ്പ്. ഒരു വരി പൂർത്തിയായി. അശ്റഖൽ ബദ്റു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്ന ഖത്തു യാ വജ്ഹ സുറൂർ എന്ന്. അതിൻ്റെ ചെറിയൊരു അർത്ഥം നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ വരിയിലേക്ക് പോകാം. അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറും ഫൗഖ നൂരി അന്ത ഇക്സീറും വലാലി അന്ത മിസ്ബാഹുസ് സുദൂരി എന്ന് പറയുന്ന വരി. അന്ത ശംസുൻ, നബിയെ നിങ്ങൾ സൂര്യനാണ്. അന്ത ബദറുൻ, നബിയെ നിങ്ങൾ പൗർണമിയാണ്.
അന്ത നൂറുൻ ഫൗക നൂരി, നബിയെ നിങ്ങൾ പ്രകാശത്തിന് മേൽ പ്രകാശമാണ്, പ്രകാശത്തിന് മേൽ പ്രകാശമാണ്. അന്ത ഇക്സീറുൻ, നിങ്ങൾ ഇക്സീറാണ്. ഇക്സീറിന്റെ അർത്ഥം നമുക്ക് പറയാം. വഗാലി എന്നല്ല, ഇക്സീറിനേക്കാൾ മികച്ചതും വില കൂടിയതുമാണ്. അന്ത മിസ്ബാഹു സുദൂരി, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് കത്തിച്ചു വെച്ച വിളക്കാണ് നബിയെ നിങ്ങൾ. അന്ത ശംസുൻ, നബിയെ നിങ്ങൾ സൂര്യനാണ്. അന്ത ബദറുൻ, നബിയെ നിങ്ങൾ പൗർണമിയാണ്. അന്ത നൂറുൻ ഫൗക നൂരി, നബിയെ അങ്ങ് പ്രകാശത്തിനേക്കാൾ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്. അന്ത ഇക്സീറുൻ, നിങ്ങൾ ഇക്സീറാണ് നബിയെ. വഗാലി എന്നല്ല, അതിനേക്കാൾ വില കൂടിയതും മികച്ചതുമാണ്. അന്ത മിസ്ബാഹു സുദൂരി, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് കത്തിച്ചു വെച്ച വിളക്കാണ് നബിയെ നിങ്ങൾ എന്ന്. ഇതാണ് അതിന്റെ വാക്കർത്ഥം. ഇനി അതിന്റെ ചെറിയൊരു വിശദീകരണം നമുക്ക് പറയാം. അന്ത ശംസുൻ, നിങ്ങൾ സൂര്യനാണെന്ന് പറഞ്ഞാൽ എന്താ? ഓനാള് പുലിയാണ് കേട്ടോ എന്നൊക്കെ പറയും. ഓനാള് പുലിയാണെന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എന്തോ വിഷയത്തിലായിരിക്കും പുലിയെപ്പോലെയാണ് എന്ന് പറയുന്നത്. ഇത്രയും ധീരനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ അന്ത ശംസുൻ എന്ന് പറയുമ്പോൾ ഈ ധീരനാവുക, അതിന് വജ്ഹു ശബഹ് എന്ന് അറബിയിൽ പറയും. എന്ത് വിഷയത്തിലാണോ നമ്മൾ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് സദൃശ്യപ്പെടുത്തുന്നത് അതിന്. അതുപോലെ നബി തങ്ങൾ സൂര്യനാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ വജ്ഹു ശബഹ്? എന്ത് വിഷയത്തിലാ സൂര്യനെ പോലെ? അത് സൂര്യൻ എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടോ അതിലെല്ലാം ഒന്ന്, ഈ ലോക മൊത്തം സൂര്യനിലാണ് ആശ്രയിച്ച് നിൽക്കുന്നത്. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അത് സൂര്യനിൽ ആശ്രയിച്ച് നിൽക്കുന്നു. എല്ലാ ഗ്രഹങ്ങളുടെയും കേന്ദ്രം അത് സൂര്യനാണ്. അതുപോലെ എല്ലാത്തിൻ്റെയും കേന്ദ്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇങ്ങനെ സൂര്യനെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. ആ ഗുണങ്ങളെല്ലാം റസൂലുള്ളാഹിയിലും ഉണ്ട് എന്നാണ് അന്ത ശംസുൻ എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സൂര്യന് ചില നെഗറ്റീവ് വിശേഷണങ്ങൾ ഉണ്ടാവും. സൂര്യന്റെ വെയിലത്ത് അധികം നിന്നാൽ പൊള്ളും, സൂര്യനോട് അധികം അടുക്കാൻ കഴിയൂല. അപ്പൊ ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്മളിപ്പോ ഇവൻ സിംഹത്തെ പോലെയാണ്, അല്ലെങ്കിൽ ഇവനാള് പുലിയാണെന്ന് പറഞ്ഞാല് എന്നിട്ട് 4 കാലും വാലും എവിടെയെന്ന് ചോദിക്കൂലല്ലോ. ആ വിഷയത്തിൽ വരൂല. എന്ത് വിഷയത്തിലാണോ നമ്മൾ സദൃശ്യമാക്കുന്നത് ആ വിഷയത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ നബിതങ്ങൾ സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞാൽ സൂര്യനോട് അടുക്കാൻ കഴിയൂല, സൂര്യന്റെ വെയിലത്ത് അധികം നിൽക്കാൻ കഴിയൂല. അപ്പൊ നബിതങ്ങളോട് അധികം അടുക്കാൻ കഴിയൂല എന്നതിനർത്ഥമല്ല. പക്ഷെ അങ്ങനെ അർത്ഥമല്ലെങ്കിലും നമ്മളെ മനസ്സിലേക്ക് ചിലപ്പോൾ പെട്ടെന്ന് വന്ന് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത്ര ചിന്തിക്കാൻ കഴിയാത്ത ആളുകളുടെ കൽബിലേക്ക് അങ്ങനെയൊക്കെ ആശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ തിരുത്തുകയാണ്. അന്ത ബദറുൻ, ശംസായിരിക്കെ തന്നെ നിങ്ങൾ ബദർ പോലെയാണ്. ബദറിന്റെ വെളിച്ചത്തിൽ നമുക്ക് എത്ര നേരം നിൽക്കാം. നിലാവുള്ള രാത്രിയിൽ അത് ചൂടില്ല. അപ്പോ അന്ത ശംസുൻ എന്ന് പറയുന്നിടത്ത് തെറ്റിദ്ധാരണ ചില ആളുകളുടെ കൽബിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനെ തിരുത്തുകയാണ് അവിടെ. അന്ത ശംസുൻ അന്ത ബദറുൻ, നബിയെ നിങ്ങൾ ബദറാണ് എന്ന്. ഇനി അന്ത നൂറുൻ ഫൗക നൂരി, നബിയെ നിങ്ങൾ പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്. ഒരു പ്രകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഹിദായത്ത്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സന്മാർഗം, ഈമാൻ, ഇസ്ലാം, അതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതുള്ളവർക്കെല്ലാം കിട്ടാത്ത ഒരു പ്രകാശമുണ്ട്, അതാണ് മഹബത്ത്. അപ്പോ ഇത്തിബാഉം മഹബത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
അനുധാവനം ചെയ്യുക, നബിതങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, സുന്നത്തുകൾ എടുക്കുക, വാജിബാത്തുകൾ എടുക്കുക, ഹറാമും കറാഹത്തൊക്കെ ഒഴിവാക്കുക. ഇങ്ങനെ ജീവിക്കുന്നതിനാണ് ഇത്തിബാഴ് എന്ന് പറയുക. എന്നാൽ മഹബത്ത് ഇതല്ലാത്ത ഒന്നാണ്. ഇതൊരു പക്ഷെ ഒരു വ്യക്തിക്ക് ഉണ്ടാകാം, പക്ഷെ അയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തീരെ ബന്ധം ഉണ്ടാവൂല. ഇങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ ഹജ്ജിന് ഉംറക്കൊക്കെ പോയാൽ മക്കത്ത് പോയിട്ട് തിരിച്ചങ്ങ് വരും. മദീനയിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത, അതിൻ്റെ ഒരു താല്പര്യം അവരുടെ കൽബിൽ ഉണ്ടാവുകയില്ല. അതുപോലെ ഇത്തിബായിൽ പെർഫെക്റ്റാണ്, പക്ഷെ അവർ മഹബത്തിൽ താഴെയായിരിക്കും. അപ്പൊ ഇത് രണ്ടും രണ്ട് നൂറാ. നബിയെ, നിങ്ങൾ നൂറും ഫൗക്ക നൂറാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൽബിൽ, ഇതിന് പല അർത്ഥമുണ്ട്, നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു അർത്ഥം പറയുന്നത്. ഞങ്ങളെ കൽബിൽ ഇത്തിബാളിന്റെ ഒരു നൂറുണ്ട്. ഞങ്ങൾ നിങ്ങളെ ദീന സ്വീകരിച്ചിട്ടുണ്ട്, ഫർള് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ നിങ്ങളോടുള്ള മഹബത്ത് എന്നൊരു നൂറ് കൂടെ ഞങ്ങളിലുണ്ട്. അന്ത നൂറും ഫൗക്ക നൂരി. അപ്പം നബിയെ, മഹബത്ത് കൂടെ ഉള്ളത് കൊണ്ട് രണ്ട് നൂറ് ഞങ്ങൾക്കുണ്ട്. ഇത്തിബാളിന്റെ നൂറിന്റെ മേലെ മഹബത്തിന്റെ നൂറ് കൂടെ ഞങ്ങൾക്കുണ്ട് എന്ന്. ഈ മഹബത്തിന്റെ നൂറ് വേണമെന്ന് അല്ലാഹു തആല നബി തങ്ങളോട് പറയിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഹദീസാണ്, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹദീസ്. ആ ഹദീസിൽ അതാ പറയുന്നത്, നിങ്ങൾ വെറും ഇത്തിബാ ഉണ്ടായാൽ പോരാ. ഇത്തിബാ മാത്രമുള്ള ആൾക്ക് ഒരുപക്ഷെ നബിതങ്ങളെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ഉണ്ടാവും. നബിതങ്ങൾ മക്കത്താണ് ജനിച്ചത്, നബിതങ്ങളുടെ ഉപ്പാന്റെ പേര്, ഉമ്മാന്റെ പേര്, നബിതങ്ങൾ ഇത്ര വർഷം ജീവിച്ചു, ഇത്ര സൈനിക മുന്നേറ്റങ്ങൾ നടത്തി, അതുപോലെ ഇത്ര മക്കളാണ് ഉണ്ടായിരുന്നത്, എല്ലാം അറിയാം. പക്ഷേ അയാളുടെ മനസ്സിലുണ്ടാകുന്നത് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ഇതാണ്, പ്രധാനമന്ത്രിക്ക് ഇത്ര വയസ്സാണ്, അതൊന്നും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. മഹബത്തുള്ള ആളുകളുടെ കൽബ് അങ്ങനെ ആയിരിക്കൂല. മഹബത്തുള്ള ആളുകളുടെ കൽബ് എന്ന് പറഞ്ഞാൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ ഫീലിംഗ് ഉണ്ടാകും. ഈ സ്നേഹം, സങ്കടം, ദുഃഖം, ഇതൊക്കെ ഇമോഷൻസാണ്. മഹബത്ത് ഇമോഷനാണ്. അപ്പോൾ ഇവരുടെ മഹബത്തുള്ള ആളുകൾക്ക് ഇമോഷൻ ലെവലിലായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാവുക. നബി തങ്ങളെ കുറിച്ച് വിവരം ഉണ്ടാകും. ആ വിവരത്തിനുപരിയായിട്ട് നബി തങ്ങളോടൊരു വൈകാരിക ബന്ധം, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നബി തങ്ങളുമായിട്ടുണ്ടാകും. അപ്പൊ അതുണ്ടാകണം, അതിനാണ് മഹബത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ മഹബത്തിന്റെ നൂറുണ്ടെങ്കിൽ ഇത്തിബാഉള്ള ആളുകളെക്കാൾ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. അത് നബി തങ്ങൾ എന്നെ പഠിപ്പിച്ചല്ലോ. നബി തങ്ങളോട് ചോദിച്ചു, മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, നബി എപ്പോഴാണ് ഖിയാമത്ത് നാള്? അപ്പോൾ നബി തങ്ങൾ ആ സഹാബിയോട് ചോദിച്ചു. അത് വലിയൊരു ചോദ്യമൊന്നുമല്ല എന്ന രീതിയിൽ നബി തങ്ങൾ എന്ത് ചെയ്തു, ചോദിച്ചു, മാതാ അഴുതത്തലഹ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്താ അതിന് തയ്യാറാക്കിയത്? അപ്പോൾ ആ സഹാബി പറഞ്ഞൊരു ചോദ്യമുണ്ട്, ഞാൻ ഒരുപാട് നിസ്കാരം നോമ്പൊന്നും റെഡിയാക്കിയിട്ടില്ല നബിയെ, പക്ഷെ നിങ്ങളെ മഹബത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അന്ത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൂടെയായിരിക്കും. അപ്പോൾ ഒരുപാട് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് മഹബത്ത് കൊണ്ട് നബിതങ്ങളുമായിട്ടുള്ള ഈ വൈകാരിക ബന്ധം, ഇമോഷണൽ അറ്റാച്ച്മെന്റിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് നബിതങ്ങൾ തന്നെ ആ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നല്ല, ഈമാൻ പൂർത്തിയാകണമെങ്കിൽ ഒരുപാട് നിസ്കരിച്ചതുകൊണ്ടോ നോമ്പൊറ്റോണ്ടോ കാര്യമല്ല, നബിതങ്ങളുമായിട്ട് ബന്ധം വേണം. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാനായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ആള് എന്നാ പറയുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ട് ഒരു നല്ല കുട്ടിയായി ജീവിച്ചാൽ പോരാ, നിങ്ങൾക്ക് എന്നോട് വൈകാരികമായ സ്നേഹബന്ധം വേണം, അപ്പോഴേ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈമാൻ അളക്കാനുള്ള സ്കെയിൽ എന്താ? അത് മഹബത്താ. ഈമാനിന്റെ സ്കെയിലായിട്ട് നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് മഹബത്താ. മഹബത്ത് എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം നമുക്ക് ഈമാൻ ഉണ്ട്.
ഇനി അടുത്തൊരു വരി, അന്ത ഇക്സീറുൻ. ഇത് വല്ലാത്തൊരു വരിയ. അന്ത ഇക്സീറുൻ, നബിയെ നിങ്ങൾ ഇക്സീറാണ്. ഇക്സീർ എന്ന് പറഞ്ഞാൽ അതിന് മൂന്നാല് അർത്ഥമുണ്ട്. ഒന്ന്, സർവരോഗ സംഹാരി എന്നതിൻ്റെ അർത്ഥം. ഏത് രോഗത്തെയും ഭേദപ്പെടുത്തുന്ന, ശിഫയാക്കുന്ന മരുന്ന്, അതിന് ഇക്സീർ എന്ന് പറയും. സർവരോഗ സംഹാരി. അപ്പൊ ഈ അർത്ഥം വെക്കുകയാണെങ്കിൽ നബിയെ നിങ്ങൾ എൻ്റെ എല്ലാ രോഗത്തിനുമുള്ള ശമനമാണ്. ആത്മീയ രോഗം, ശാരീരിക രോഗം, അതിനൊക്കെയുള്ള ശമനമാണ്. നമുക്ക് പലരോടും പകയുണ്ട്, ദേഷ്യമുണ്ട്, ആളുകളെ കുറിച്ച് നമ്മൾ ഗീബത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല, വാജിബാത്ത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനൊക്കെയുള്ള ശമനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ രോഗമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് തോന്നും എനിക്കങ്ങനെ ആരോടും ഈബത്തും കിബറൊന്നുമില്ല, ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നും. പക്ഷെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾക്ക് നിസ്കാരത്തിൽ പരിപൂർണമായ ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ അത് ഇങ്ങനെ അമ്രാദുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ രോഗം ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ഹൃദയത്തിന്റെ രോഗം ഉണ്ടോ ഇല്ല എന്നറിയാൻ ഒരുപാട് അടയാളങ്ങളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് അടയാളമാണ് നമ്മളെ നിസ്കാരം പരിശോധിക്കുക. നിസ്കാരത്തിൽ നല്ല ശ്രദ്ധയും കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അതില്ല. നിസ്കാരത്തിൽ ഇതില്ലെങ്കിൽ പിന്നെ അങ്ങനെ വാദിക്കാൻ പറ്റൂല. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ അവരുടെ താജുൽ അറൂസ് അൽ ഹാബീരി തഹ്ദീബിൻ നുഫൂസ് എന്ന കിതാബിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആളുകളോട് പകയും കിബറൊക്കെ ഉള്ളത് കൊണ്ടാണ് നിസ്കാരത്തിൽ ശരിയായ രീതിയിൽ നിസ്കരിക്കാൻ കഴിയാത്തത് എന്ന്. അപ്പോൾ നമ്മളൊക്കെ ഏകദേശം ആളുകൾ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനെ ചികിത്സിക്കണം. ചികിത്സിക്കാൻ പല മരുന്നുകളുണ്ട്. ആ മരുന്നിൽ ഏറ്റവും നല്ല മരുന്നാണ് മഹബത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം. കാരണം അല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ഓരോ മരുന്നിനും അല്ല ഓരോ രോഗത്തിനും ഓരോ മരുന്ന് കുടിക്കണം. കിബറിന് അതിൻ്റെതായ ചികിത്സ നടത്തണം. ഉജ്ബ്, ഞാനൊരു കുഴപ്പമില്ലാത്ത ആളാന്ന് തോന്നുന്നു, അതിന് അതിൻ്റെതായ ചികിത്സ നടത്തണം. മാത്രമല്ല ഈ രോഗങ്ങളൊക്കെ ഉണ്ട്, ഏതൊക്കെ രോഗങ്ങളാണ് ഉള്ളത് എനിക്ക് ഏതൊക്കെ രോഗങ്ങളുള്ളതെന്ന് മനസ്സിലാക്കണം. എന്നാൽ മഹബത്ത് ഉണ്ടെങ്കിൽ ആ മഹബത്ത് അങ്ങ് കുടിച്ചാൽ എല്ലാ രോഗവും മാറും. അതാണ് ഇക്സീറിൻ്റെ ഒരർത്ഥം. അന്ത ഇക്സീർ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നാണ് നബിയെ നിങ്ങൾ എന്ന്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുള്ള മഹബത്ത് എന്നർത്ഥം. ഇക്സീറിന്റെ രണ്ടാമത്തെ ഒരു അർത്ഥമാണ് ലോഹം, മെറ്റൽസ് ഉണ്ടല്ലോ. ഈ ഇക്സീർ എന്ന സാധനം ഒരു മെറ്റലിലേക്ക് ഇട്ടാൽ, ഉദാഹരണമില്ല ലെഡ് അല്ലെ കോപ്പർ, ചെമ്പ്, ഈയം, അതിലേക്ക് ഇക്സീർ ചേർത്താൽ ആദ്യം ഉണ്ടായിരുന്ന ലോഹം സ്വർണമായിട്ട് മാറും. ചെമ്പിലേക്ക്, കോപ്പറിലേക്കാണ് ഈ ഇക്സീർ ചേർക്കുന്നതെങ്കിൽ ആ ഈയം അല്ലെങ്കിൽ കോപ്പർ പിന്നെ സ്വർണമായിട്ട് മാറും. ഈ വസ്തുവിന് ഇക്സീർ എന്ന് പറയും. അപ്പൊ ആ അർത്ഥം ഉദ്ദേശിക്കുകയാണെങ്കിൽ നബിയെ എൻ്റെ കൽബ് കടുത്ത് കല്ല് പോലെയാണ്, കറുത്തുപോയ ഹൃദയാണ്. അപ്പം നിങ്ങൾ അതിലേക്ക് വന്നാൽ ഈ ലോഹം സ്വർണമാകുന്നത് പോലെ എൻ്റെ കൽബ് തങ്കമാകും. മഹബത്ത് അങ്ങ് അതിലേക്ക് ഇറങ്ങിയാൽ എൻ്റെ കൽബ് തങ്കമാകും എന്ന്. അപ്പൊ എന്താ ഇക്സീറുൻ എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം. ഇക്സീറിന്റെ മൂന്നാമത്തെ അർത്ഥമാണ് അമൃത്. അമൃത് എന്ന് പറഞ്ഞാൽ മരണം ഒഴിവാക്കുന്ന വസ്തു, അല്ലെങ്കിൽ മരിച്ചവർക്ക് ജീവൻ നൽകുന്നത്. അപ്പൊ ഈ നബിതങ്ങളെ പറ്റി പറയുമ്പോൾ ഇക്സീറിന് ഈ മൂന്നാമത്തെ അർത്ഥം വെക്കുകയാണെങ്കിൽ നബിയെ നിങ്ങൾ അമൃതാണ് എന്ന് പറഞ്ഞാൽ മരണം ഒഴിവാക്കുന്ന അല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് ജീവൻ നൽകുന്നതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ ഉദ്ദേശിക്കുക? മഹബത്ത് വന്നാൽ ഇനി കൽബ് ചാകൂല. മഹബത്ത് ഉള്ളിടത്തോളം കാലം കൽബ് ചാകൂല. ഒരു പക്ഷെ ഒരുപാട് ഇബാദത്തൊക്കെ ചെയ്തിരിക്കുന്ന ആൾ അവസാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദീനിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. മഹബത്ത് ഒരാളുടെ കൽബിലുണ്ടെങ്കിൽ ആ മഹബത്ത് ഇക്സീറ.
നബിതങ്ങളുണ്ടെങ്കിൽ ആ നബിതങ്ങൾ കൽബിന്റെ ഇക്സീറ, അതിന് മരണം ഉണ്ടാവൂല, ആ കൽബ് ചത്തുപോകൂല, അത് കാലാകാലം ജീവിക്കും. അപ്പോൾ ഈമാനോടുകൂടെ മരിക്കാൻ കഴിയും. അന്ത ഇക്സീർ എന്ന് പറഞ്ഞാൽ നബിയെ നിങ്ങൾ എൻ്റെ കൽബിൽ ഇക്സീർ ആയിട്ടുണ്ടെങ്കിൽ അത് അമൃതാണ് എൻ്റെ കൽബിന്, എൻ്റെ കൽബ് ചത്തുപോകൂല എന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള അർത്ഥം, നമുക്ക് ഏറ്റവും അനുയോജ്യമായ അർത്ഥം ചെല്ലുമ്പോൾ വെക്കാം, അന്ത ഇക്സീറുൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ ഒരു ദുആന്റെ മനസ്സ് നമുക്ക് വേണം. നബിയെ ഇക്സീർ കൊണ്ട് വസ്തുക്കൾ തരം മാറ്റുന്നത് പോലെ നിങ്ങൾ മഹബത്ത് കൊണ്ട് എൻ്റെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തണം എന്ന്. ഈ നബിതങ്ങൾ ദഅവത്ത് നടത്തുന്ന കാലഘട്ടത്തിൽ അഴറാബികളുണ്ടായിരുന്നു. അഴറാബികൾ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളാണ്. ചില ആളുകൾ കാട്ടറബി എന്ന് പറയും. ഗ്രാമവാസികൾ പൊതുവെ ജനങ്ങളുമായിട്ട് അധികം ഇടപഴകാത്ത ആളുകളായിരിക്കും. അതുകൊണ്ട് അവർക്ക് പരിഷ്കൃത സമൂഹത്തിന്റെ സംസ്കാരമൊന്നും ഉണ്ടാവില്ല. ജനങ്ങളോട് എങ്ങനെ പെരുമാറണം ഇതൊന്നും അവർക്ക് അറിയില്ല. അറാബികൾ വരുന്നത് സഹാബത്തിന് ഭയങ്കര ഇഷ്ടമായി. കാരണം സഹാബത്തിന് ചിലതൊക്കെ ചോദിക്കാൻ പേടിയായിരിക്കും. ഒരു ഹയാ ഒക്കെ ഉണ്ടാവും, ലജ്ജൊക്കെ ഉണ്ടാവും. ഇവർ കയറി വന്നിട്ട് അടിച്ചങ്ങ് ചോദിക്കല, എന്തും ചോദിക്കൂല്. അപ്പം അങ്ങനെ അവരുടെ ശൈലി ഉണ്ടാവുക. ഈ അറാബികൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചു പോയാൽ പിന്നെ ഒരുപാട് കാലം പട്ടണത്തിൽ താമസിച്ച് വിദ്യാഭ്യാസമുള്ള ആളുകൾ, അവർക്ക് പോലും പറയാൻ പറ്റാത്ത വലിയ വലിയ തത്വങ്ങൾ ഇവർ പറഞ്ഞിരുന്നു. നബിതങ്ങളുമായിട്ട് ഒരിക്കൽ ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഈമാനോട് കൂടെ ഒരുമിച്ച് കൂടി അവർക്ക് സുഹബത്ത് സഹാബത്ത് എന്ന സ്ഥാനം ലഭിച്ചു. പിന്നെ അവർ പറയുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഈ ഒരുപാട് കാലം പരിഷ്കൃത സമൂഹത്തിൽ ജീവിച്ച ആളുകൾക്ക് കിട്ടാത്ത അറിവുകൾ അവർക്ക് കിട്ടിയിരുന്നു. അതാണ് ഇക്സീർ. ആ അറാബികളുടെ കൽബിനെ അല്പസമയം കൊണ്ട് നബിതങ്ങൾ മാറ്റിയെടുത്തു. അതല്ലേ, ഒരാൾ താബിഴിയാകണമെങ്കിൽ സഹാബിയുമായിട്ട് കുറച്ച് ദിവസം ഒന്നും കൂടിയാൽ പോരാ, കുറേ കാലം സഹാബത്തിനോട് സഹവസിക്കണം. എന്നാൽ ഒരാൾ സഹാബിയാകണമെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ഒരു നിമിഷം ഒരുമിച്ച് കൂടിയാൽ മതി. മുഅ്മിനായിട്ട് നബി തങ്ങളെ കാണണമെന്നും കൂടല്ല, ഒരു നിമിഷം ഒരുമിച്ച് കൂടിയാൽ സഹാബിയായി. അതാണ് ആ കൽബിന്റെ പവറാണ് ഇക്സീർ. നബി തങ്ങൾ അവരുമായിട്ട് ആത്മീയ ബന്ധം സ്ഥാപിച്ചതിന്റെ ഫലമാണത്. ഇനി അവിടെ ഒരു വിശദീകരണം ഉണ്ട്, ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കൽബ് 3 തരമുണ്ട്. മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെ കൽബ് പരിശോധിച്ചാൽ 3 തരമായിരിക്കും. ഒന്ന്, നല്ല ആരോഗ്യമുള്ള കൽബ്. കൽബ് എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിനെ പറ്റിയല്ല പറയുന്നത്, ഹൃദയം, ഈ ഹാർട്ട് ഉണ്ടല്ലോ, അതിനെ പറ്റിയല്ല പറയുന്നത്, ആത്മീയമായിട്ട് നമ്മൾ പറയുന്ന. അപ്പൊ അത് നല്ല ആരോഗ്യമുള്ളത്. രണ്ടാമത്തേതാണ് രോഗമുള്ള ഹൃദയം, രോഗമുള്ള കൽബ്. മൂന്നാമത്തത് ചത്ത കൽബ്. ചത്ത കൽബാണ് അബൂലഹബ്, അബൂജഹൽ പോലുള്ളവരുടെ കൽബ്. അപ്പൊ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അവർ പറയുന്നു, ഇആനത്തുൽ മുതവജ്ജിഹ് അൽ മിസ്കീൻ ഇലാ ത്വരീഖിൽ ഫത്ഹി വത്തംകീൻ എന്ന് പറയുന്ന കിതാബിൽ ഒന്നാമത്തെ കൽബിനെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിന് രോഗമൊന്നുമില്ലല്ലോ, നല്ല ആരോഗ്യം ഉണ്ടല്ലോ. രണ്ടാമത്തെ കൽബിനെ ചികിത്സിക്കണം, അതിന് ചികിത്സ ഫലിക്കും. മൂന്നാമത്തെ കൽബിനെ ചികിത്സിച്ചിട്ട് കാര്യമല്ല, അത് ചത്ത്, എത്ര ഇനി മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല, കാരണം ചത്തുപോയി. ഈ രണ്ടാമത്തെ കൽബ് അത് 3 തരം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ രോഗമുള്ള ഹൃദയം, അതിൻ്റെ തന്നെ രോഗം 3 ലെവലിലാണ് ഉണ്ടാവുക. അതൊക്കെ അവർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഈ രണ്ടാമത്തെ കൽബ് അതുള്ള ആളുകളുടെ രോഗം പെട്ടെന്ന് മാറും. ഇക്സീർ നബിതങ്ങൾ കൽബിലേക്ക് വന്നാൽ. ഇനി രോഗമില്ലാത്ത നല്ല ആരോഗ്യമുള്ള കൽബുകൾ ഉണ്ടാവും. ഒന്നാമത്തെ കൽബ്, അവർക്ക് ആത്മീയ മേഖലയിൽ വളരെയധികം മുന്നേറാൻ കഴിയും. മറ്റു കാര്യങ്ങളെ കൊണ്ട്, മറ്റു ഇബാദത്തുകളെ കൊണ്ട് മുന്നേറുന്നതിനേക്കാൾ
വളരെ സ്പീഡിൽ മുന്നേറാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബിലേക്ക് വന്നാൽ. പായുന്നതിൻ്റെ കുട്ടി പറക്കും എന്ന് പറയുന്ന പോലെ കൽബ് ആരോഗ്യമുള്ളതാണ്. അതിലേക്ക് മഹബത്ത് കൂടെ അങ്ങ് കൂടിയാൽ അത് പറക്കും. അതാണ് അന്ത ഇക്സീറുൻ എന്ന് പറയുന്നത്. ഇനി നബിയെ നിങ്ങൾ ഇക്സീറാണ്. ഇക്സീറിന് എലിക്സീർ എന്നാ പറയാം, എലിക്സീർ ഓഫ് ലൈഫ് എന്നൊക്കെ പറയും. വലാലി അതിനേക്കാൾ വില കൂടിയതാണ്, അതിനേക്കാൾ മികച്ചതാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇക്സീർ ഭൗതിക ശരീരത്തിന് ഉപകാരപ്പെടുള്ളൂ. ഇഹലോകത്തുള്ള നേട്ടങ്ങൾക്ക് ഇക്സീർ ഉപകാരപ്രദമാവുള്ളൂ. ആഖിറത്തിൽ ഇക്സീറിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഇക്സീർ വന്നാൽ അത് ദുനിയാവിലും ഉപകാരമാണ്, ആഖിറത്തിലും ഉപകാരമാണ്. ഒരു ലോകത്ത് ഉപകാരപ്പെടുന്ന ഇക്സീറിന് ഇത്ര വിലയുണ്ടെങ്കിൽ രണ്ട് ലോകത്തും ഇക്സീറായി മാറുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനേക്കാൾ മികച്ചതാണ്. അന്ത ഇക്സീറുൻ, നബിയെ നിങ്ങൾ ഇക്സീറാണെന്ന് മാത്രമല്ല വലാലി അതിനേക്കാൾ മികച്ചതാണ് എന്ന്. അന്ത മിസ്ബാഹു സുദൂരി, ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കത്തിച്ചു വെച്ച വിളക്കാണ് എന്ന്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കത്തിച്ചു വെച്ച വിളക്കാണ് നബിയെ നിങ്ങൾ. മിസ്ബാഹു സുദൂർ. അപ്പൊ ഈമാനുള്ള എല്ലാവർക്കും മഹബത്തിന്റെ അംശമുണ്ടാകും. മഹബത്തില്ലാത്ത മുഅ്മിൻ ഉണ്ടാവൂല. ഒരു പക്ഷെ മഹബത്ത് വളരെ കുറവായിരിക്കും ചില ആളുകൾക്ക്. ഏത് മുഅ്മിനാണെങ്കിലും മഹബത്തിന്റെ ഒരു കണിക ഉണ്ടാകും. ആ കണിക മതി, അതിനെ പിന്നെ ഇങ്ങനെ വളർത്തി 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 കൊണ്ടുവരാൻ കഴിയും. നമ്മൾ നേരത്തെ നൂറ് എന്ന് പറഞ്ഞല്ലോ, ആ നൂറിനെ മഹബത്തിന്റെ നൂറിനെ വളർത്തി 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 കൊണ്ടുവരാം. അങ്ങനെ വളരെ കൂടുതൽ വളർന്നാൽ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും അത് മഹബത്ത് പകർന്നു നൽകും. അപ്പൊ നമ്മളെ താജ് ഷിറിയ അലി കുഞ്ഞി ഉസ്താദ്, ഷിറിയ ഉസ്താദിന്റെ അടുത്തൊരാൾ പോയിട്ട്, ഉസ്താദ് നമ്മളോട് അധികം ഒന്നും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണമെന്നില്ല, റസൂലുള്ളാഹിന്റെ ഒരു പേര് പറഞ്ഞാൽ മതി, അപ്പോഴേക്കും നമ്മളെ മനസ്സിലുള്ള മഹബത്ത് കണ്ട് ഉണരും. അതെത്രയോ ആളുകൾ പറയും. കാരണം ഉസ്താദിന്റെ മഹബത്ത് വളർന്നു വളർന്നു മറ്റുള്ളവർക്ക്, ആ നൂറ് വളർന്ന് വളർന്ന് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാൻ പറ്റിയ രീതിയിൽ വളർത്തിയെടുത്തു. അപ്പൊ ആ രീതിയിലേക്ക് നമ്മളെ മഹബത്ത് മാറ്റാൻ കഴിയുമെന്ന മഹബത്തിന്റെ ഒരു കണിക എല്ലാവർക്കും ഉണ്ടാവും. അതിനെ പിന്നെ ഇങ്ങനെ വെള്ളവും വളമൊക്കെ കൊടുത്തിട്ട് വളർത്തിയെടുക്കണം. ആണ് ഹൃദയത്തിനകത്ത് കത്തിച്ചു വെച്ച വിളക്കാണ് എന്ന് പറയുന്നത്. ഈ മഹബത്തുള്ളവർ നമ്മളെ നേരത്തെ പറഞ്ഞല്ലോ, നബിതങ്ങൾ കത്തിച്ചു വെച്ചാൽ ഹൃദയത്തിനകത്ത് വന്നാൽ പിന്നെ അത് ഈമാനോടുകൂടെ മരിക്കുള്ളൂ. മഹാനായ അബൂബക്കർ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂബക്കർ ശിബിലി തങ്ങൾ എന്ന് പറഞ്ഞാൽ ജീലാനി തങ്ങളുടെ ഒക്കെ മുന്നേ ജീവിച്ച മഹാന, വസാലിമാമിന്റെ ഒക്കെ മുന്നേ ജീവിച്ച മഹാൻ. നമ്മളെ ഉസ്താദുമാരുടെയും അഖീദന്റെയും ഫിഖ്ഹിന്റെയും തസവുഫിലൊക്കെ അവരുടെ സിൽസിലയിൽ അബൂബക്കർ ശിബിലി തങ്ങളുണ്ട്. അപ്പൊ ഈ അബൂബക്കർ ശിബിലി തങ്ങൾ വഫാത്താകാൻ നേരത്ത് അവിടെയുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്നിങ്ങനെ അബൂബക്കർ ശിബിലി തങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോ അവരൊരു പാട്ട് പാടി, ഇന്ന ബൈതൻ അന്ത സാകിനുഹു ഗൈറു മുഹ്താജിൻ ഇലസ്സുറൂജി വജ്ഹുകൽ മഅ്മൂലു ഹുജ്ജതുനാ യൗമ യഅതിൻ നാസു ബിൽ ഹുജജി. ഈ ബൈത്ത് അങ്ങ് ചൊല്ലിക്കൊടുത്തു. നമ്മൾ മങ്കൂസ് മൗലൂദിൽ ചെറിയൊരു മാറ്റത്തിൽ ഈ ബൈത്ത് ചൊല്ലും. അതായത് അബൂബക്കർ ശിബിലി തങ്ങൾ പറയുന്നത്, നിങ്ങൾ എനിക്ക് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു പറഞ്ഞതിൻ്റെ ആവശ്യമല്ല. ഞാൻ സുറുജ് കത്തിച്ച് വെച്ചിട്ടുണ്ട്, സിറാജ് കത്തിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ കൽബിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുണ്ട്. ഇനി പുറത്തുനിന്നുള്ളൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. ഗൈറു മുഹ്താജിൻ ഇല സുറുജി, മറ്റുള്ള പ്രകാശങ്ങൾക്ക് ആവശ്യമില്ല, എനിക്ക് സ്വയം അത് പറയാൻ കഴിയും എന്ന് പറഞ്ഞു. ഇതാണ് മഹബത്തിന്റെ അന്ത മിസ്ബാഹു സുദൂർ,
സുദൂറിൽ ഹൃദയത്തിനകത്ത് ഈ വിളക്ക് കത്തിച്ച് വെച്ചാലുള്ള ഉപകാരം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വരികൾ നമുക്ക് പിന്നീട് സമയമുണ്ടെങ്കിൽ പറയാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ വിശദീകരണങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസല്ലാഹു അന്നാ അഹ്മദൻ ഖൈറ മാ ജസാ ഫമുദ് ജാഅനാ ബിൽ ഹഖ് ഫൽ ഹഖ് ബിൽ